വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലും വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്ക് തുടക്കം. പാലക്കാട് അട്ടപ്പാടിയിലെ ചിണ്ടക്കി ആനവായ് ഉന്നതികളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ നേരിട്ടെത്തിയാണ് പരിശോധനകൾ നടത്തിയത്. കൃത്യമായ രേഖകളില്ലാത്തവർ മാത്രമേ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകൂവെന്ന് രത്തൻ യു ഖേൽക്കർ മീഡിയ വണിനോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപായി സിഇഒ തീവ്ര പരിശോധനയ്ക്ക് എത്തിയതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധത്തിലാണ്. 2002 വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് SIR നടപ്പിലാക്കുന്നത്. 2002 വോട്ടർ പട്ടികയും പുതിയ വോട്ടർ പട്ടികയും താരതമ്യം ചെയ്യും. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ 12 തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് സമർപ്പിക്കണം. SIR നടപ്പിലാക്കാൻ കേരളത്തിനായി ഉത്തരവ് ഇറങ്ങും മുൻപ് പരിശോധനകൾ തുടങ്ങി. അട്ടപ്പാടിയിലെ ചിണ്ടക്കി ആനവായ് ഊരുകളിലെ വോട്ടർ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരിശോധിച്ചു. SIRന്റെ തുടക്കമാണ് ഇന്ന് നടന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണിനോട് പറഞ്ഞു. ഇതെല്ലാ ഡോക്യുമെന്റ്സ് ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള ഡേറ്റാബേസിലോട്ട് പോകും. ഏതെങ്കിലും വിധത്തിലുള്ള നമുക്ക് കമ്പാരിസൺ ചെയ്യാനാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടെ നമുക്ക് കമ്പയർ ചെയ്യാൻ കൂടി സാധിക്കും. ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കൂടി സാധിക്കും. അങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഇത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിലെയും കേരളത്തിലെയും SIRന്റെ നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായ രേഖകളുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും സിഇഒ അറിയിച്ചു. ഗെറ്റ് റെഡി ടു SIR എന്ന ക്യാമ്പയിനും തുടക്കമായി. SIR സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വളണ്ടിയർമാരെ തെരഞ്ഞെടുത്തു. എങ്ങനെയാണ് കേരളത്തിൽ SIR നടപ്പിലാക്കുക എന്ന് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീവ്ര പരിശോധനയ്ക്കെത്തിയതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിഷേധമുണ്ട്. ഓരോ വീടുകളിലേക്കും BLOമാർ എത്തും. 2002 വോട്ടർ പട്ടികയും പുതിയ വോട്ടർ പട്ടികയും തമ്മിൽ താരതമ്യം ചെയ്യും. അതിൽ പേരില്ലാത്ത എല്ലാവരും രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അട്ടപ്പാടിയിൽ നിന്ന് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.